നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 29, 2026 വ്യാഴം. അങ്ങനെ ഇന്നും തുടരുവാനായ നേട്ടത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായി ഇന്ന് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിലും എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നാം കണ്ടതുപോലെ തന്നെ ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി തന്നെയാണ് ഇന്ന് വ്യാപാരം ആരംഭിക്കുകയും ഉണ്ടായത്. മാത്രമല്ല ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയിരുന്നതിനാൽ തന്നെ മാർക്കറ്റ് ഹൈലി വോൾട്ടൈലുമായിരുന്നു. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് അതിന്റെ 200-ഡേ EMA ലെവലായ 25,160 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഇന്നത്തെ ഡേ ലോയിൽ നിന്നും നിഫ്റ്റിക്ക് 300-ലേറെ പോയിന്റുകളുടെ നേട്ടത്തിലേക്ക് കുതിച്ചു കയറുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് 25,458 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിട്ടതിന്റെ ഫലമായിട്ട് 76 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,418 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ മന്ത്ലി എക്സ്പയറി ആയിരുന്നെങ്കിൽ കൂടിയിട്ടും സെൻസെക്സ് 221 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 82,500 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്കും 350 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഇൻട്രാഡേ ബേസിസിൽ 60,000 എന്ന സൈക്കോളജിക്കൽ ലെവലും ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യുവാനുമായി അപ്പർ സൈഡിലേക്ക്. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,205 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,717 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. L&T, ടാറ്റ സ്റ്റീൽ, ഇറ്റേണൽ, ആക്സിസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഏഷ്യൻ പെയിന്റ്സ്, SBI ലൈഫ് ഇൻഷുറൻസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, മാരുതി സുസുക്കി, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫാർമ, PSU ബാങ്ക്, IT, FMCG, ഓട്ടോ തുടങ്ങിയ മേഖലകൾക്ക് 0.7% മുതൽ 1% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ മെറ്റൽ, റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക്, പവർ, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ മേഖലകൾക്ക് 0.6% മുതൽ 3% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതേസമയം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി മാത്രമേ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിടേണ്ടി വരിക മാത്രമല്ല ഫ്രഷ് റെക്കോർഡ് ലോയും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 92 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കും എത്തിച്ചേർന്നു. തൽഫലമായി ഇന്നത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 16 പൈസയുടെ നഷ്ടത്തോടുകൂടി 91.95 എന്ന ലെവലിലായിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കോക്കിംഗ് കോളിനെ ക്രിട്ടിക്കൽ മിനറൽസ് വിഭാഗത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ന് കോൾ ഇന്ത്യ, BCCL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 5% നേട്ടം ഇൻട്രാഡേ ബേസിസിൽ കൈവരിക്കുവാനും സാധിച്ചു. Q3 റിസൾട്ടിന്റെ ഫലമായിട്ട് SBI കാർഡ്, SBI ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 3% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടപ്പോൾ ഗ്ലാൻഡ് ഫാർമയില് 9% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്റ്റോക്ക് അതിന്റെ 2 മാസത്തെ ഹൈയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. Q3 പ്രോഫിറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തതുകൊണ്ട് തന്നെ മാരുതി സുസുക്കി ഇന്ത്യയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 3% ഇടിവ് അനുഭവപ്പെട്ടു. മാത്രമല്ല തൽഫലമായി അത് ഓട്ടോ ഇൻഡെക്സിന്റെ ഇടിവിലേക്കും നയിച്ചു. ചൊവ്വാഴ്ച കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ഇന്നലെ 13%-ലേറെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ച ഹിന്ദുസ്ഥാൻ കോപ്പറിന് 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് 19%-ലേറെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിൽ ഇന്ന് സിംഗിൾ ഡേയിൽ വീണ്ടും സ്റ്റോക്ക് അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 20% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. തൽഫലമായി 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് സ്റ്റോക്കിൽ ഏകദേശം 40% ഉയർച്ചയും അനുഭവപ്പെട്ടു. 2 ട്രേഡിംഗ് സെഷനിലെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന നേട്ടങ്ങൾക്ക് ശേഷം ഇന്ന് IT മേഖലകളിൽ ഉടലെടുത്ത അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് TCS, HCL ടെക്നോളജീസ്, പെർസിസ്റ്റന്റ് സിസ്റ്റം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾക്ക് ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്ന് നിഫ്റ്റി ITക്കും 294 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി അഥവാ 0.25% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. സ്ട്രോങ് ആയിട്ടുള്ള Q3 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞെങ്കിലും വാലുവേഷൻസിൽ ഉയർന്ന ആശങ്ക മൂലവും പ്രോഫിറ്റ് ബുക്കിങ്ങിനെയും തുടർന്ന് ഇന്ന് BELന്റെ സ്റ്റോക്ക് പ്രൈസിൽ 3% ഇടിവും അനുഭവപ്പെട്ടു. കൂടാതെ ഇന്ന് ഡിഫൻസ് ഇൻഡെക്സിനും 2% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. കാരണം അവസാന 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് ബഡ്ജറ്റിൽ ഉയർന്ന പ്രതീക്ഷ മൂലം അതിശക്തമായ ഉയർച്ച ഈ മേഖലയിലും അനുഭവപ്പെടുകയും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ന് നേട്ടത്തോടു
നേട്ടത്തോടുകൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ വർഷം ഏകദേശം 3 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും വിറ്റിറങ്ങുകയുണ്ടായി. കൂടാതെ ഈ വർഷം ജനുവരി മാസം ഇന്നലെ വരെ ആകെ 2 ട്രേഡിംഗ് സെഷനിലെ ചെറിയ തുകയ്ക്കുള്ള ബൈയിങ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ട്രേഡിംഗ് സെഷനിലും അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഹ്യൂജ് സെല്ലിങ്ങിനെ തുടർന്ന് ഈ മാസം മാത്രം ഇന്നലെ വരെ 43,292.62 കോടി രൂപയുടെ സെല്ലിങ്ങും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിനെ നേരിടേണ്ടി വന്നു. ഇതിനെയൊക്കെ തുടർന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന ബഡ്ജറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇന്ത്യൻ ധനകാര്യമന്ത്രി പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നുള്ള പ്രതീക്ഷകളും വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഷോർട്ട് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൽ വർധനവ് നടത്തിയതായിരിക്കാം ഒരുപക്ഷെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും അകറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായത്. തൽഫലമായി കഴിഞ്ഞ ഒരു വർഷം ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും മോശമായ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു മാർക്കറ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് മാറുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ആശ്വാസമേകുന്ന പല പ്രഖ്യാപനങ്ങളും വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ മാസം തുടർച്ചയായി 15 ട്രേഡിംഗ് സെഷനിലെ അതിഭീകരമായ സെല്ലിംഗിന് ശേഷം നേരിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 480 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയ ബൈയിങ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ നേരിയ തോതിലാണെങ്കിലും തിരിച്ചു കൊണ്ടുവരുവാനുമായി അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയും അഭിപ്രായ പ്രകാരം അപ്രത്യക്ഷമായി തന്നെ പെട്ടെന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുടലെടുത്ത ഫ്രീ ട്രേഡ് എഗ്രിമെന്റും കൂടാതെ മുൻപ് കണ്ട പോലെ തന്നെ ബഡ്ജറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിന് അനുകൂലമായ പുതിയ പ്രഖ്യാപനങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷകളുമാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്നലെ നേരിയ രീതിയിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ആകർഷിക്കുവാനായതും. അതുകൊണ്ട് തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ബൈയിങ് നേരിയൊരു എമൗണ്ടിനാണെങ്കിൽ കൂടിയിട്ടും അത് ഇന്നും നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തിന് പ്രധാന പങ്ക് തന്നെ വഹിച്ചു. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെഷനിലായിട്ട് മെറ്റൽ ഇൻഡെക്സിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ ഉയർച്ചയും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇന്ന് സിംഗിൾ ഡേ കൊണ്ട് ഹിന്ദുസ്ഥാൻ കോപ്പറിന് തുടർച്ചയായി 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും 20% നേട്ടം സിംഗിൾ ഡേയിൽ കൈവരിക്കുവാൻ സാധിച്ചതും കൂടാതെ ഇന്ന് നാഷണൽ അലൂമിനിയത്തിന് 3% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതും ഹിൻഡാൽകോയ്ക്ക് 1.8%ന്റെയും ഹിന്ദുസ്ഥാൻ സിംഗിന് 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതും ഇന്ന് നിഫ്റ്റി മെറ്റലിനും 3% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിക്കുക മാത്രമല്ല ഇൻഡെക്സിന് ഫ്രഷ് റെക്കോർഡ് ഹൈയും ക്രിയേറ്റ് ചെയ്യുവാനായി 12,509.75 എന്ന റെക്കോർഡ് ഹൈയും തൽഫലമായി ഇൻഡെക്സിന് ക്രിയേറ്റ് ചെയ്യുവാനും സാധിച്ചു. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യ വിക്സില് 3% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് ഇന്ത്യ വിക്സിന് കൂൾ ഓഫ് ആകാനും സാധിച്ചു. മാത്രമല്ല 1.18% ഇടിവോടുകൂടി 13.37 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി ഇന്ന് ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. മാത്രമല്ല ഇന്നലെ US മാർക്കറ്റില് S&P 500ന് ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും നാസ്ഡാക്കിന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി കൂടാതെ ഇന്ന് ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരുന്നതും കൂടാതെ യൂറോപ്യൻ ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെയും തുടർന്ന് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി മാറി. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് നേട്ടം നിലനിർത്താനായതും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 87 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%-അടുത്തും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ജർമ്മൻ മാർക്കറ്റിന് 0.25%-ലേറെ ഇടിവാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് തായ്വാൻ, ഇന്തോനേഷ്യൻ, തായ്ലൻഡ് മാർക്കറ്റുകൾക്കൊഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 1.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വില 2%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 1.5%-ലേറെ ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $60.67 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $64.49 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $5,503.93 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. KPI ടെക് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 29% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 9% ഉയർച്ചയും രേഖപ്പെടുത്തി. TVS സപ്ലൈ ചെയിൻ 88 കോടി രൂപയ്ക്ക് സ്വാമി ആൻഡ് സൺസിനെ കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. KRM ആയുർവേദ ഇന്ന് സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും
നിന്നും 28% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. കാനറ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 26% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 5155 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 1% വർധനവ് രേഖപ്പെടുത്തി. ക്വാഡന്റ് ഫ്യൂച്ചർ ടെക് കവച് ഉപകരണങ്ങൾക്കായി ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് 230.4 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. IEX കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ 11% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 145.66 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. അദാനി പവർ നെറ്റ് പ്രോഫിറ്റിൽ 19% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 2480 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 9% ഇടിവ് രേഖപ്പെടുത്തി. അപ്പോളോ ട്യൂബ്സ് കമ്പനി ലോസ് കുറച്ചിട്ടുണ്ട് ഇത്തവണ. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 6.2 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഈ ക്വാർട്ടർ ആയപ്പോൾ 3.2 കോടി രൂപയായി നഷ്ടം ചുരുക്കി. കൊറമാൻഡൽ ഇന്റർനാഷണൽ നെറ്റ് പ്രോഫിറ്റില് 1.17% നേരിയ തോതിലുള്ള ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 26.6% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.